ഒരു മസാല ദോശ തിന്നാലോ? ഇൻസ്റ്റൻറ്റ് മസാല ദോശ. 2 കപ്പ് റവ മിക്സിയിലേക്ക് ഇടുക. ആ 2 കപ്പ് റവയ്ക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി അതും കൂടി ആഡ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ പുളിക്ക് വേണ്ടിയിട്ട് 1 കപ്പ് തൈര്, ഇതിനോടൊപ്പം 1 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് മിക്സിയിൽ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കുക. ഒട്ടും തരി കാണരുതേ. തരി ഉണ്ടോ ഇല്ലയെന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി, അറിയാൻ പറ്റും. ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അടിച്ചെടുക്കുക. അടിച്ച് സോഡാപ്പൊടിയും ചേർത്ത് നമ്മൾ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ആ നേരത്ത് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക്, ജീരകം എന്നിവ പൊട്ടി വരുമ്പോൾ ഫില്ലിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന കിഴങ്ങ്, സവാള ഇതെല്ലാം നമുക്ക് അതിനകത്ത് വഴറ്റിയെടുക്കാം. ഇതിൽ പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ 1 പിഞ്ച് മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ആ എണ്ണയിൽ വഴറ്റിയെടുക്കുക. വഴറ്റുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? ഞങ്ങളുടെ ഇവിടെ വഴറ്റുക എന്നാണ് പറയുന്നത്. ഇത് നന്നായി എണ്ണയിൽ വഴറ്റി വന്നു കഴിയുമ്പോൾ കുക്കറിലേക്ക് മാറ്റി 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുക. ഒട്ടും വെള്ളം കാണത്തില്ല, സ്റ്റിക്കി ഫോമായിരിക്കും. അതേ രീതിയിൽ എടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ദോശയുടെ ബാറ്റർ റെഡിയായി കഴിഞ്ഞ് കാണും. അപ്പോൾ നമ്മളെടുത്ത് ദോശയ്ക്ക് വേണ്ടിയിട്ട് പരത്തുക. ഇതുപോലെ. ഇനി അന്നേരം തന്നെ ആ മസാല ഉടച്ചെടുത്ത് നമ്മളതിലോട്ട് ഫില്ല് ചെയ്യുക. കണ്ടോ, സ്പൂണിൽ നിന്ന് വിട്ട് വരാൻ ഇച്ചിരി പാടാണ്. നമ്മളത് ഇതിലോട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മുടെ മസാല ദോശ റെഡിയായി. ഇനി അത് മടക്കിയെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നെയ്യ് തടവി ഉണ്ടാക്കുന്ന മസാല ദോശയുടെ മണം അതൊന്ന് വേറെ തന്നെ. അപ്പോൾ അത് ഫില്ലിങ് വെച്ച് എടുക്കുക. ഇതൊരു ചമ്മന്തിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്, വിത്തൗട്ട് തേങ്ങായ. അപ്പം നമുക്ക് ഇതിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിലുണ്ടാവും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. ബൈ.